സഹൃദയരെ, എല്ലാ പ്രേക്ഷകർക്കും ട്രിപ്പ് ഓഫ് കേരളയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ദേശീയപാത 66 നിർമ്മാണ പുരോഗതിയുടെ ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന 71ാമത് എപ്പിസോഡാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ 2ാം റീച്ചിൽപ്പെട്ട പുതുപൊന്നാനി പാലം മുതൽ ചമ്രവട്ടം ജംഗ്ഷൻ വരെ അടങ്ങുന്ന പൊന്നാനി പ്രദേശമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതുപൊന്നാനി പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ 3 മാസത്തിനിടക്ക് വളരെയധികം മുന്നോട്ട് പോയതായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. പുതുപൊന്നാനി പാലം കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളും വീതി കൂട്ടി ഇരുഭാഗങ്ങളിലുമുള്ള ഡ്രെയിനേജ് ലൈനുകളുടെയും യൂട്ടിലിറ്റി ലൈനിൻ്റെയും കോൺക്രീറ്റ് പ്രവൃത്തികളൊക്കെ ഏതാണ്ട് പൂർത്തീകരിച്ച അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതുപൊന്നാനി പിന്നിട്ടാൽ അല്പം മുന്നോട്ട് പോയി പിന്നീട് നമ്മൾ എത്തുന്നത് ആനപ്പടി ജംഗ്ഷനിലാണ്. ദേശീയപാതയിൽ നിന്ന് പൊന്നാനി ഹാർബർ ഭാഗങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു പോകുന്ന പ്രധാന ജംഗ്ഷൻ കൂടിയാണ് ആനപ്പടി ജംഗ്ഷൻ. ആനപ്പടി ജംഗ്ഷനിൽ ഒരു വലിയ വീതി കൂടിയ അണ്ടർപാസാണ് വരുന്നത്. അണ്ടർപാസിന്റെ നിർമ്മാണത്തിൽ കഴിഞ്ഞ 3 മാസത്തിനിടക്ക് കാര്യമായ ഒരു മാറ്റം നമുക്ക് പറയാൻ കഴിയില്ല എന്ന് തന്നെ പറയാം. ആനപ്പടി അണ്ടർപാസ് പിന്നിട്ട് മുന്നോട്ട് നീങ്ങി പിന്നീട് നമ്മൾ എത്തുന്നത് കാനോലി കനാലിന് കുറുകെയായി വരുന്ന പള്ളപ്പുറം പാലത്തിലേക്കാണ്. പള്ളപ്പുറം പാലത്തിന്റെ നിർമ്മാണ പുരോഗതികളും കഴിഞ്ഞ 3 മാസത്തിനിടയിൽ കാര്യമായ ഒരു ഡെവലപ്മെന്റ് എടുത്തു പറയത്തക്കതായിട്ട് വന്നിട്ടില്ല.
വള്ളപ്പുറം പാലം പ്രദേശം പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളും വീതി കൂട്ടി ഡ്രൈനേജ് വർക്കുകളൊക്കെ ഏതാണ്ട് പൂർത്തീകരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ചിലയിടങ്ങളിലൊക്കെ സർവീസ് റോഡ് സജ്ജീകരിക്കുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പിന്നീട് നമ്മൾ എത്തുന്നത് ചമ്രവട്ടം ജംഗ്ഷനിലേക്കാണ്. ചമ്രവട്ടം ജംഗ്ഷനിൽ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ, പ്രാരംഭ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പില്ലറിന് ആവശ്യമായ പൈലിംഗ് പ്രവൃത്തികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചമ്രവട്ടം ജംഗ്ഷൻ എത്തുന്നതോടുകൂടി ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചമ്രവട്ടം മുതൽ അങ്ങോട്ട് കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള വീഡിയോകളുമായി അടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളൊക്കെ കമന്റുകളിൽ രേഖപ്പെടുത്താനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കണ്ടന്റ് പരിശോധിച്ച് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തികളുടെ ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളുമായി വീണ്ടും നമുക്ക് കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.